IPL വിശേഷങ്ങളിലേക്കാണ്. IPL ഇന്ന് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് ക്ലാസിക് പോരാട്ടം നടക്കുന്ന ദിവസമാണ്. ആരാധകർ കാത്തിരിക്കുന്ന ചെന്നൈയുടെ തല മഹേന്ദ്ര സിംഗ് ധോണി ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ്. പരിക്ക് മാറി ടീമിനൊപ്പം പരിശീലനം നടത്തിയിരുന്നു ധോണി. മുംബൈയിൽ സൂപ്പർ താരം ടീമിനോടൊപ്പമുണ്ട്. നോക്കാം ധോണി എത്തുമോ, തല ഇറങ്ങുമോ എന്ന്. ഇപ്പോൾ വൈകിട്ട് 7:30 വാങ്കഡയിലാണ് പോരാട്ടം. ഇരു ടീമുകളും മൂന്നാം ജയം ലക്ഷ്യമിട്ട് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ മത്സരം തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കിലാഫ് നമുക്കൊപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തത്സമയമുണ്ട്. കിലാഫെ, ഗുഡ് ഈവനിങ്. ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം നടക്കാൻ പോവുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. രണ്ട് ടീമിനും ഏറെ നിർണായകമാണ് ഈ മത്സരം. പരിക്കൊക്കെ ഭേദമായി ധോണി 100% ഫിറ്റ്നസ് വീണ്ടെടുത്തു എന്നൊക്കെ പറയുമ്പോഴും CSKയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക വിശദീകരണം ഇതുവരെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എപ്പോൾ പ്രതീക്ഷിക്കാം കിലാഫെ? തീർച്ചയായും ചെയ്തു. ഈ ഒരു മത്സരത്തിൽ ഏവരും ഉറ്റുനോക്കുന്നത് മഹേന്ദ്ര സിംഗ് ധോണി ഈ ഒരു മത്സരത്തിൽ കളിക്കുമോ എന്നാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 6 മത്സരങ്ങൾ പിന്നിടുമ്പോഴും ധോണി ഈ ഒരു മത്സരത്തിലേക്ക് എത്തിയിരുന്നില്ല. താരത്തിന് കാഫ് മസിലേറ്റ പരിക്കിനെ തുടർന്നായിരുന്നു ഈ ഒരു 6 മത്സരങ്ങൾ നഷ്ടമായത്. ഇതേ തുടർന്ന് താരം നെറ്റ്സിൽ പോലും എത്തിയിരുന്നില്ല. ഇതിനുശേഷം ആദ്യമായി തന്നെ വാങ്കഡയിൽ മുംബൈയെ നേരിടാൻ എത്തുമ്പോൾ ചെന്നൈക്കൊപ്പം ധോണി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആരാധകർ ഏറെ ഉറ്റുനോക്കുന്നത് ഇന്ന് മുംബൈക്കെതിരെ കളിക്കുമോ എന്നതിൽ തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ഒരു മത്സരത്തിന് മുന്നോടിയായി തന്നെ നെറ്റ്സിൽ താരം വിക്കറ്റ് കീപ്പിംഗും അതേപോലെ തന്നെ ബാറ്റിംഗ് പരിശീലനവും നടത്തുന്ന ഒക്കെ വീഡിയോകൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അശ്വിൻ അടക്കമുള്ള മുൻ താരങ്ങൾ പറയുന്നത് ഈ നെറ്റ്സിൽ ഇതുവരെ ധോണിയെ വിക്കറ്റ് കീപ്പിംഗ് പരിശീലനം കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് ഈ ഒരു വിക്കറ്റ് കീപ്പിംഗ് പരിശീലനം ഒക്കെ കാണുമ്പോൾ ഇന്നത്തെ മത്സരത്തിൽ കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ആരാധകരും പറയുന്നത്. അത് കൂടാതെ തന്നെ സഞ്ജു അടക്കമുള്ള താരങ്ങൾക്ക് താരം നൽകുന്ന ടിപ്സ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായി നടന്ന ബോളിംഗ് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ധോണി പൂർണ്ണ ഫിറ്റ്നസ് നേടിയിട്ടുണ്ട്. എന്നിരുന്നാലും അവസാന നിമിഷം ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ടായിരിക്കും ധോണിയെ ഇന്ന് മത്സരത്തിൽ കളിപ്പിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനിക്കുക. കൂടാതെ ധോണിയായിരിക്കും അവസാന തീരുമാനമെടുക്കുക ഇന്നത്തെ മത്സരത്തിൽ കളിക്കണോ വേണ്ടയോ എന്നതിലും ബോളിംഗ് പരിശീലകൻ പറഞ്ഞിട്ടുണ്ട്. ഏറെ നിർണായകമായ ഒരു മത്സരത്തിലേക്ക് തന്നെയാണ് മുംബൈയും ചെന്നൈയും കടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 5 തവണ IPL ജേതാക്കളായ ഇരു ടീമുകളും ഈ കഴിഞ്ഞ 6 മത്സരങ്ങളിൽ 2 വീതം ജയങ്ങളാണ് ഇരു ടീമുകൾക്കും ഉള്ളത്. ഒപ്പം തന്നെ അവസാന മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ അവസാന മത്സരത്തിൽ മുംബൈ ഒരു മികച്ച ജയം ഗുജറാത്തിനെതിരെ നേടിക്കൊണ്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഹൈദരാബാദിനോട് തോറ്റ് കൊണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ. ഹാരമണിയാവാൻ പോകുന്നു. കാത്തിരിക്കാൻ ഉടൻ തന്നെ ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കാൻ. തല ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ അല്ലെ, ഒരു നല്ല കിടിലം മത്സരം നടക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്.